ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡും കോഴിമുട്ടയും വെച്ചിട്ട് ബ്രെഡ് ബോണ്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇതാ 4 വലിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വലിയുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇതിലേക്ക്. പിന്നെ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. പച്ചമുളക് എൻ്റെ അടുത്തുള്ളത് പഴുത്ത മുളകായിക്കുണ്ട്. അപ്പോൾ ആ മുളക് ഒരു 4 മുളക് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല അരിഞ്ഞിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 6 കോഴിമുട്ട ഉണ്ട്. അതിൽ 3 കോഴിമുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കും വേണം. 3 കോഴിമുട്ട കലക്കിയിട്ടും വെക്കണം കേട്ടോ. അപ്പോൾ 3 കോഴിമുട്ട ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഇനി നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതേപോലെ ഗരം മസാലൻ്റെ പൊടി 1 സ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ അധികം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എരിവ് കൂടിയാൽ ഇനിയിപ്പോൾ മക്കൾ തിന്നൂല. അപ്പോൾ അത് വിചാരിച്ചിട്ട് പച്ചമുളക് ഇട്ടു. പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ ഇതാ പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ വക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കണം. അപ്പോഴത്തേന് ഇതാ ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡിൻ്റെ 4 ഭാഗം ആ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ബ്രെഡും അതേപോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. ഈ ഒരു സ്നാക്ക് നമുക്ക് ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ നോമ്പ് ഇറക്കുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണിട്ടത്. അപ്പോൾ എരിവുള്ളതാകുമ്പോൾ നോമ്പ് ഇറക്കുന്ന ടൈമിൽ അധികം ആൾക്കാർക്കും എരിവാവുമല്ലോ ഇഷ്ടം. അപ്പോൾ ആ ടൈമിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടത്. പിന്നെ അതാ ഞാൻ 3 കോഴിമുട്ട കലക്കിയെടുക്കാമെന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ഞാൻ കലക്കുകയാണ്. കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഇത് നമ്മൾ ഇതിൽ മുക്കിയിട്ടാണ് കേട്ടോ പൊരിക്കണേ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രെഡൊന്ന് മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയായി. പിന്നെ ഈ കോഴിമുട്ടൻ്റെ പകരം ചിക്കനോ ബീഫൊക്കെ വെച്ചിട്ടും ഉണ്ടാക്കട്ടെ. ആ 2 ഇതും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും. അപ്പോൾ ഈ മുട്ടൻ്റെ പകരം അതും അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കോഴിമുട്ട ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണ്ടത് ഈ ഇട്ട് കൊടുക്കാൻ. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫില്ലിങ് റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ ഓരോ ബ്രെഡും എടുത്തിട്ട് നമ്മൾ ആ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ ആ ഉപ്പ് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഒന്നായിട്ട് ഇതൊന്നും മുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ 4 ഭാഗം ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളെ കയ്യിലിട്ടിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അങ്ങനെ അമർത്തി കൊടുത്തിട്ട് അപ്പോഴേ അത് ഫില്ലിങ്ങൊക്കെ അതിൻ്റെ ഉള്ളിൽ അമർന്ന് നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നല്ലൊന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കണം. അപ്പോൾ തന്നെ ഞാൻ ഓരോ ബോൾസും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് ഇതാ എണ്ണയൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കലക്കി വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ ഓരോന്നും അതിലിങ്ങനെ മുക്കിയിട്ട് നമുക്ക് ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആവാൻ അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. കാരണം ഉള്ളിലുള്ള ഫില്ലിങ് ആദ്യം തന്നെ നമ്മൾ വേവിച്ചതാണല്ലോ. പിന്നെ ബ്രെഡും അല്ലേ. അപ്പോൾ ഒരു തിരിച്ചിടൽ തന്നെ ഇത് ഫ്രൈ ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു കളറിലാണ് ഇത് കോരി എടുക്കേണ്ടത്. അപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ കോഴിമുട്ട വെച്ചിട്ടും ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കട്ടോ. അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ബൈ.